ഹലോ എവരിവൺ, എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഈ വീഡിയോ എൻ്റെ നാടിനെ കുറിച്ചാണ്. നാടിനെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. അതിന് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. അറിയാത്തവർക്കായി, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്കായി, എൻ്റെ പേര് രഞ്ജിത്ത് കൃഷ്ണൻ. എൻ്റെ സ്വദേശം എറണാകുളം ജില്ലയിൽ പുത്തമ്പൂസിനടുത്ത് മീമ്പാറ എന്ന ഗ്രാമത്തിലാണ്. സീനിയർ സെക്കൻഡറി സ്കൂളിലാണ്. പിന്നീട് ഞാൻ പ്രീ ഡിഗ്രി സെയിൻറ്റ് പീറ്റേഴ്സ് കോളേജ് കോലഞ്ചേരി പഠിച്ചു. ഡിഗ്രി ചെയ്തത് MES കോളേജ് മാറമ്പള്ളി ആലുവ. അതിനുശേഷം PG ചെയ്യാൻ ജയ് ഭാരത് കോളേജ് അർക്കപ്പടിയിലായിരുന്നു. പിന്നെ MBA ഞാൻ ബാംഗ്ലൂരിലും ചെയ്തു. എൻ്റെ വീടിൻ്റെ മുൻപിൽ കൂടെ പോകുന്ന റോഡാണ് ഇത്. തിരുവാനിയൂർ, മുളന്തുരുത്തി, ചോറ്റാങ്കിലൊക്കെ പോകാൻ പറ്റുന്ന റോഡാണ്. ഈ റോഡ് ആദ്യം ചെന്ന ഒരു ജംഗ്ഷനിലെത്താം. അത് കുറിഞ്ഞി ജംഗ്ഷനാണ്. കുറിഞ്ഞി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് കുറച്ചും കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ ഇടതുവശത്തായിട്ട് നമുക്ക് കുറിഞ്ഞി ഗവൺമെൻറ് സ്കൂള് കാണാം. പ്രശസ്തമായ സ്കൂളാണ്. ഒത്തിരി മഹാന്മാർ പഠിച്ചിട്ടുള്ള സ്കൂളാണ്. UP സ്കൂളാണ്. ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഒരു ഇലക്ഷൻ ബൂത്തും കൂടിയാണ് ആ കുറിഞ്ഞി സ്കൂള്. പിന്നെ കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെയിറ്റ് കാണുന്നത് കുറിഞ്ഞി പള്ളിയാണ്. വളരെ പഴക്കം ചെന്ന ഒരു പള്ളിയാണ്. അതിപുരാതനമായ പള്ളിയാണ്. മുൻപ് നമ്മുടെ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ കുറിഞ്ഞിപ്പള്ളിയുടെ വകയുള്ള സ്ഥലമായിരുന്നു. സെയിൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെയിൻറ്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി എന്നാണ് ഈ പള്ളിയുടെ പേര്. അപ്പം എന്നാലും ഇവിടെ വരെ നമുക്ക് ഇവിടുന്ന് വളച്ച് തിരിച്ച് പോകാം. അപ്പം നമ്മളിനി പോകുന്നത് മീമ്പാറ ജംഗ്ഷനിലേക്കാണ്. മീമ്പാറ റോഡാണിത്. മീമ്പാറ ഒരു ചെറിയ ജംഗ്ഷനാണ്. പണ്ടെന്തോ മീൻ ഉണക്കിയിരുന്ന സ്ഥലമാണെന്നോ അങ്ങനെയാണ് ഈ പേര് കിട്ടിയതെന്ന്, പാറപ്പുറത്ത് ഉറക്കിയിരുന്നു, അങ്ങനെയാണ് ഈ പേര് കിട്ടിയതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. മീമ്പാറ ജംഗ്ഷൻ എത്തി. ഇവിടെ ഒരു കുരിശുണ്ട്. സെയിൻറ്റ് ജോർജ് കുരിശുപള്ളി എന്നാണ് കുരിശിൻ്റെ പേര്. ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ രാമമംഗലം, കൂത്താട്ടുകുളം, അതുപോലെ തന്നെ പിറവമൊക്കെ പോകുന്ന റോഡാണിത്. നമ്മളിപ്പോൾ ചെന്നിട്ട് മീമ്പാറയുടെ പടിഞ്ഞാറക്കവല എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. പടിഞ്ഞാറക്കവല ഒരു ഷേപ്ഡാണ്. അതിന് റൈറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിറവത്തിലേക്ക് എത്താം. പിറവം സൈഡിലേക്ക്, കോട്ടയൊക്കെ അങ്ങനെ പോകാം. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് രാമമംഗലം, കൂത്താട്ടുകുളം, അതുപോലെ പാമ്പാക്കുട പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാം. അരീക്കലൊക്കെ ഉണ്ടല്ലോ, അരീക്കലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് പോകുന്നതാണ്. അവിടെ ഈ പറഞ്ഞ റൈറ്റിലേക്കാണ് പിറവം. നമ്മളിപ്പോൾ ലെഫ്റ്റിലേക്ക് കുറച്ചങ്ങ് ചെല്ലുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പുളിച്ചോട്ടിക്കുറിച്ച് എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. അതിനുശേഷം പൂത്തൃക്കയുണ്ട്. പിന്നെ രാമമംഗലം ഉണ്ട്. രാമമംഗലം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ മൂവാറ്റുപുഴയാറ് കാണാൻ പറ്റും. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഈ റൂട്ടിലുള്ളത്. നമ്മുടെ മുന്നിൽ അതാ ഒരു മിനി കൂപ്പർ പോകുന്നു. നമ്മളങ്ങനെ തിരിച്ച് വീണ്ടും മീമ്പാറ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ചായക്കടയാണ്. വളരെ വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു ചായക്കടയാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ പച്ചക്കറി കടയാണ്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ശലഭം ബേക്കറി. അവിടെ നിന്നാണ് നമ്മൾ പാലും അതുപോലെ ബേക്കറി ഐറ്റംസൊക്കെ സ്ഥിരം മേടിക്കുന്നത്. ഈ റോഡ് ഇത് മീമ്പാറയിൽ നിന്ന് ചൂണ്ടിക്കാണ് ഇപ്പോൾ പോകുന്നത്. ചൂണ്ടി രാമമംഗലം റോഡാണ്. ഈ റോഡ് ടാർ ചെയ്തിട്ട് അധികമായില്ല. പൈപ്പൊക്കെ ഇടാൻ വേണ്ടി കുത്തിപ്പൊളിച്ച് ഒത്തിരി 2-3-4 വർഷത്തോളം ആകെ പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുകയായിരുന്നു. പൂർണ്ണമായിട്ടും ടാർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കാരണം കണ്ട ഇടയ്ക്കൊക്കെ എന്തോ ചെയ്യാൻ വേണ്ടി അവരവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ മിനി കൂപ്പറിനെ ഓവർടേക്ക് ചെയ്ത് കയറി. നമ്മൾ കുറച്ചും കൂടി അങ്ങ് ചെന്നത് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. അവിടെ കൊമേഴ്ഷ്യൽ സ്പേസാണ്. അവിടെ മുമ്പെന്തോ കടയൊക്കെ നടത്തിയിട്ട് പൂട്ടിപ്പോയതാണ്. ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ നമ്മളിതിങ്ങനെ ചെന്ന് നമ്മളിപ്പോൾ ഒരു ഇറങ്ങി കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞാൽ വലതുവശത്ത് പരിയാരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഞങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ഞാൻ പിന്നെ അധികം ക്ഷേത്രങ്ങളിൽ പോകുന്നില്ലെങ്കിൽ പോലും ഉത്സവമൊക്കെ വരുമ്പോഴൊക്കെ പോകാറുണ്ട്. ഈ റൈറ്റ് സൈഡിലേക്കുള്ള വഴിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പരിയാരം ക്ഷേത്രത്തിൽ എത്താം. ഇപ്പോൾ നമ്മൾ ചൂണ്ടിയിലേക്കുള്ള വഴിയിലാണ്. ചൂണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ NH85 പോകുന്ന റൂട്ടാണ്. കൊച്ചി 20 പോയിൻ്റ് ഹൈവേ ഉണ്ടല്ലോ, അതിവിടെയും കുറച്ച് കുത്തിപ്പൊളിച്ചിട്ടിട്ടുണ്ട്. കുത്തിപ്പൊളിച്ചിട്ടേക്കുന്നതല്ല, അവിടെ ടാർ ചെയ്തിട്ടില്ല. ഇനി പോകുന്ന കുറച്ചുകൂടി ചെന്ന് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ കേരള വാട്ടർ അതോറിറ്റിയുടെ സ്ഥലമായിരിക്കും. അവിടെ 2 വലിയ ടാങ്ക് ഉണ്ട്. രാമംഗലം പുഴയെന്ന്, അതായത് മൂവാറ്റുപുഴയാറിൽ നിന്ന് മോട്ടർ എടുത്ത് ഇവിടേക്ക് വന്ന് ശുദ്ധീകരിച്ചിട്ട് ഇത് ഈ ടാങ്കിൽ നിന്ന് റിഫൈനറി പോലുള്ള സ്ഥലങ്ങളിലേക്കും അതുപോലെ തൃപ്പൂണിത്തുറ ഭാഗത്തേക്കൊക്കെയുള്ള കുടിവെള്ളം എത്തിക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ റോഡൊക്കെ കുത്തിപ്പൊളിച്ച് വർഷങ്ങളോളം ഇട്ടത്, വലിയ പൈപ്പ് ഇടാനൊക്കെ ആയിട്ട്. റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ് അത് വാട്ടർ അതോറിറ്റിയുടെയാണ്. അവരുടെ ഓഫീസും മറ്റു സംഭവങ്ങളൊക്കെയാണ്. കുറച്ചൊരു മലയുടെ മുകളിലാണ് 2 ടാങ്ക് ഇരിക്കുന്നത്.
ചെറുപ്പത്തിൽ ഞാനൊക്കെ അവിടെ പോയിട്ടുണ്ട്, അങ്ങനെ വിസിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാട്ടർ മെത്തേഡ് കഴിഞ്ഞ് നമ്മളിനി വീണ്ടും ചൂണ്ടി ജംഗ്ഷനിലേക്ക് ആകാറായി. മുമ്പിൽ 2 ഓട്ടോറിക്ഷ പോകുന്നു, ഓവർടേക്ക് ചെയ്തേക്കാം. മുൻപ് റൈറ്റ് സൈഡിലൊരു തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു. മുൻപ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വർഷം മുമ്പ് ചിലങ്ക തിയേറ്റർ. പിന്നെ അതൊക്കെ പൂട്ടിപ്പോയി, തീ പിടിക്കുകയോ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഇതുപോലെ ചെറുകിട തിയേറ്ററുകളൊന്നും ഇല്ലല്ലോ. നമ്മളങ്ങനെ ചൂണ്ടി ജംഗ്ഷൻ എത്തി. നമ്മുടെ കൊച്ചി 20 പോയിൻറ്റ് ഹൈവേ ആണ് നമ്മുടെ മുന്നിൽ കൂടി പോകുന്നത്. വലത്തോട്ട് പോയി കഴിഞ്ഞാൽ കോതമംഗലം, മൂന്നാർ, മൂവാറ്റുപുഴ അങ്ങനെയൊക്കെ പോകാം. നമ്മളിപ്പോൾ ഇടത്തോട്ടാണ് പോകുന്നത്. ഇത് എറണാകുളം സൈഡിലേക്കുള്ള റോഡാണ്. രണ്ട് സൈഡിലായിട്ട് പല പല കടകളൊക്കെ ഉണ്ട്. തിരക്കായിട്ടില്ലാത്ത തിരക്കൊക്കെ ഉള്ളൊരു ജംഗ്ഷനും സ്ഥലമാണ് ചൂണ്ടി. അപ്പോൾ ചൂണ്ടിയിൽ നിന്ന് നേരെ പുത്തൻകുരിശിലേക്കുള്ള റോഡാണ്. നമ്മൾ പുത്തൻകുരിശിലേക്ക് പോകാതെ ഇവിടെ നിന്ന് നമുക്ക് ഇടത്തോട്ട് തിരിയാം. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം കാണിച്ചു തരാം. പലപ്പോഴും ഞാൻ പോയി ടൈം സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ്. വളരെ അടിപൊളി സ്ഥലമാണ്. ഈ ഭാഗമൊക്കെ അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാനത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ആകാശമൊക്കെ നല്ല തെളിഞ്ഞതായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. മഴ പെയ്തിരുന്നെങ്കിൽ പണി കിട്ടിയേനെ. കാരണം ആക്ഷൻ ക്യാമറ വെച്ചാണല്ലോ. ഇപ്പം ഞാൻ എക്സ്റ്റേണൽ ബാറ്ററി കണക്ട് ചെയ്തിട്ട് ആണ് ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മഴ പെയ്താൽ പണി കിട്ടും. റോഡൊക്കെ കുറച്ച് മോശമാണ്, കാലങ്ങളായിട്ട് ടാർ ചെയ്തിട്ട് ഉണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. മലയെക്കുറിച്ച് ദേറയിലേക്കുള്ള വഴിയാണ്. ഒരു മലയുടെ മുകളിൽ തന്നെയാണ് അവിടെ ദേറ പള്ളിയും അതുപോലെ എന്തൊക്കെയോ സംഭവമാണ്. എനിക്ക് അതിൻ്റെ വ്യക്തമായിട്ടുള്ള അറിവില്ല. ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, വളരെ പ്രശസ്തമായൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. വൈകുന്നേരങ്ങൾ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഞാൻ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ, ഇന്നും മുന്നോട്ടുണ്ടായിരുന്നപ്പോൾ പലപ്പോഴും ഞങ്ങളിവിടെ വന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കലും ഇവിടെ കുറേ നിന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കലൊക്കെ ഉള്ള പതിവായിരുന്നു. കാരണം അത്ര ഭംഗിയാണ് ഇവിടെ നിന്ന് ഉള്ള കാഴ്ച. ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷനോ എന്തോ റെനോവേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ അടുത്ത ദിവസമാണ് ഇപ്പോൾ പള്ളി വരുന്നത്. ഇപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ കണ്ടോ, നോക്കൂ, അടിപൊളിയിലേ, നോക്കൂ. ആ വ്യൂ കണ്ടോ? അത് ദൂരത്തോളം റിഫൈനറി എന്തൊക്കെയാണെന്ന് തോന്നുന്നു അവിടെ കാണുന്നത്. ഈവനിങ് ടൈമിൽ വന്ന കിഡിലനാണ്. ആ സൺസെറ്റും എല്ലാം കണ്ടുകൊണ്ട് നമുക്കിവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ ഈ പള്ളി, അത് രാത്രി കാണണം. പള്ളി ലൈറ്റൊക്കെ ഇട്ടൊരു കിഡിലൻ വൈബാണ് പള്ളി. നമ്മളിപ്പം വന്ന വഴിയല്ല, ഇവിടെ നിന്ന് നമ്മുടെ കുറിഞ്ഞി നമ്മളാദ്യം കണ്ടല്ലോ. കുറിഞ്ഞി നിന്ന് പുത്തുമുസിലേക്കുള്ള വഴിയിലേക്ക് കയറുന്നൊരു വഴി. ഞങ്ങളിതിനെ വിളിക്കുന്നത് ചുരം എന്നാണ്. ചെറിയ വളഞ്ഞുള്ളൊരു ഇറക്കമാണത്. വളരെ രസമാണത്. ഇതുവഴി പോകാൻ നല്ല രസമാണ്. ഇന്നും മുന്നോട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണതൊക്കെ. കുറച്ച് ഹമ്പുകളൊക്കെ ഉണ്ട്, ആൾക്കാർ വേഗത്തിൽ പോകാതിരിക്കാനും ഒക്കെയാണ്. റോഡിപ്പോൾ കുറച്ച് നാളായിട്ട് അത്ര നല്ലതല്ല. മുൻപ് നല്ല റോഡായിരുന്നു, പിന്നെ വണ്ടികളൊക്കെ ഓടി കുറച്ച് മോശമായി തുടങ്ങി. അധികം വൈകുന്നേരം ടാർ ചെയ്തിരിക്കും. ഇത് പള്ളിയൊക്കെ റോഡാണ്, ഒരു പബ്ലിക് റോഡല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പുത്തൻകുരിശിലേക്ക് നിന്ന് കുറിഞ്ഞിക്ക് പോകുന്ന റോഡിൽ നമ്മൾ വന്ന് കയറി. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് നമുക്ക് പുത്തൻകുരിശിലേക്ക് പോകാം. ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന വഴിയാണത്. സൈക്കിളിലായിരുന്നു സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഏകദേശം 7ാം ക്ലാസ് 8ാം ക്ലാസ് തൊട്ട് 10 വരെ ഞാൻ സൈക്കിളിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. 10 വരെ അവിടെ പഠിച്ചുള്ളൂ. അന്ന് അവിടെ +2 ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു. പിന്നീടത് ഹയർ സെക്കൻഡറി സ്കൂളായി മാറി. ഞാനൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ പോയി ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു ചാപ്പലുണ്ട്, പിന്നെ വലിയൊരു തോടുണ്ട്, നല്ല വീതിയുള്ള തോടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ ബിൽഡിങ്ങൊക്കെ കോൺവെൻറ്റും ഒക്കെയാണ്. ഞാൻ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ സഭയുടെ സ്കൂളിലാണ്. അപ്പം അതിനെ ചുറ്റിപ്പറ്റിയുള്ള കോൺവെൻറ്റും മറ്റുമൊക്കെയാണ്, ബോർഡിങ്ങും ഒക്കെയാണ് റൈറ്റ് സൈഡിൽ കാണുന്ന ഫുൾ.
ഇവിടെ ഒരു ചർച്ചുണ്ട്, ചെറിയ ചർച്ചുണ്ട്. മെയിൻ പള്ളി കുറച്ച് മാറിയാണ്, പുത്തൻകുരിശ് മെയിൻ പള്ളിയുണ്ട്. ഇതൊക്കെ ആ സഭയുടെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്, ബിൽഡിങ്ങുകളാണ്. സൺഡേ സ്കൂള് അങ്ങനെ പലതുമായിട്ടുള്ള, ഇപ്പോൾ ഇടതുവശത്ത് കാണുന്ന ഒരു പുതിയ ബിൽഡിങ്ങാണ്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പുത്തൻകുരിശ് ടൗണ്. നമുക്ക് ആദ്യം ലെഫ്റ്റിലേക്കുള്ളൊന്ന് തിരിയാം. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പഠിച്ച സ്കൂള് കാണിച്ചു തരാം. ഇതാ ഇവിടെയാണ്, ഇവിടെ റൈറ്റ് സൈഡിലാണ് എൻ്റെ സ്കൂൾ. LKG തൊട്ട് 10 വരെ പഠിച്ച ഞാനാക്കിയ എൻ്റെ സ്കൂൾ. ഇവിടെ അധികം നേരം നിൽക്കൊന്നുമില്ല. ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ സ്കൂളിൽ ടീച്ചേഴ്സിനെ കണ്ടിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. 99-ലാണ് ഞാൻ 10th പാസ്സായത്. എത്ര വർഷമായല്ലേ, 25ഓളം വർഷമായി. ഇവിടുന്ന് നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ വണ്ടിപ്പേട്ടയൊക്കെ ചെന്ന് കയറാം. വണ്ടിപ്പേട്ട അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ചെന്ന് കയറാം. അങ്ങനെ കയറി നമുക്ക് ചോറ്റാനിക്കര കയറാം. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും പുത്തൻകുരിശ് ടൗണിലേക്കുള്ള റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചെന്ന് ഇവിടെ നിന്ന് 2-3 വഴിയുണ്ട് പുത്തൻകുരിശ് ടൗണിലേക്ക് കയറാൻ. ഒരു ചർച്ച് റോഡുണ്ട്, പിന്നെ അല്ലാതെ വേറെ റോഡ്, പിന്നെ ഒരു മാർക്കറ്റ് റോഡുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തിരിയാം. അയ്യോ, ഒരു കാര്യം മറന്നുപോയല്ലോ, പുത്തൻകുരിശ് പള്ളി കാണിച്ചില്ലല്ലോ. നമുക്ക് ഇവിടെ നിന്ന് വളയ്ക്കാം. പുത്തൻകുരിശ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാന ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞാൽ പുത്തൻകുരിശ് പള്ളിയാണ്. പുത്തൻകുരിശ് എന്ന് പറയുമെങ്കിലും നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ പുത്തൻ ക്രൂസ് എന്നാണ്, CRUZ. അതൊരു പോർച്ചുഗീസ് സ്റ്റൈലാക്കിയതാണത്. അതാ നേരെ കാണുന്നതാണ് പുത്തൻകുരിശ് പള്ളി, അതിപ്രശസ്തമായ പുത്തൻകുരിശ് പള്ളി. എന്തൊക്കെയോ പള്ളിക്കാരുടെ അവരുടെ സഭ തമ്മിലുള്ള എന്തൊക്കെയോ ഇഷ്യൂസൊക്കെ ഉണ്ട്. അതിപ്പോൾ ഒരുമാതിരി എല്ലാ പള്ളികളിലും ഉണ്ട്. ഇപ്പോൾ പുത്തൻകുരിശ് പള്ളി, കോലഞ്ചേരി പള്ളിയിലൊക്കെ ഇഷ്യൂസ് ഉണ്ട്. സ്കൂൾ കാലത്തിൽ ഇവിടെ ഇഷ്ടം പോലെ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ഈ ഗ്രൗണ്ടിൽ. അതൊക്കെ ഓരോ ഓർമ്മകൾ. അതൊക്കെ ഒരു ഗോൾഡൻ പീരീഡായിരുന്നു എൻ്റെ ജീവിതത്തിൽ. സ്കൂൾ ലൈഫ് ഒരു വേറെ ലൈഫ് തന്നെയായിരുന്നു കേട്ടോ. എന്നെ ഞാനാക്കിയത് സ്കൂൾ ലൈഫ് തന്നെയാണ്. നമ്മളങ്ങനെ അതാ പുത്തൻകുരിശ് ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നേരെ കാണുന്ന ഒരു ചാപ്പലാണ്. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ എറണാകുളം സൈഡിലേക്ക്, റൈറ്റിലേക്ക് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ മധുര, അതായത് മൂവാറ്റുപുഴ കോതമംഗലം റൂട്ടിലേക്ക് കയറാം. അത്യാവശ്യം വലിയ ടൗണാണ്. ഈ കാണുന്ന റൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കരിമുകൾ, അമ്പലമുകൾ അങ്ങനെ കയറി തൃപ്പൂണിത്തുറ കയറാം. ഈ കാണുന്നതാണ് നമ്മുടെ പുത്തൻകുരിശ് ടൗൺ. അത്യാവശ്യം തിരക്കുള്ള ടൗണാണ്. വൈകുന്നേരങ്ങളിൽ അത്യാവശ്യം സജീവമാകുന്നൊരു ടൗണാണ്. അങ്ങനെ വലിയ പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും ഉള്ളൊരു ടൗണല്ല. പൊതുവേ എൻ്റെ നാടുകൾ കുറച്ച് സമാധാനപരമായ നാടാണ്. അങ്ങനെ വലിയ കുറ്റകൃത്യങ്ങളോ അങ്ങനെ ഒന്നും ഉള്ള നാടല്ല. അങ്ങനെ ഒന്നും അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വളരെ വിരലിലുണ്ടാവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളൂ. ആദ്യകാലത്തെ തൊട്ടുള്ള പുത്തൻകുരിശിലെ പെട്രോൾ പമ്പായിരുന്നു ലെഫ്റ്റ് സൈഡിൽ കണ്ടത്. ഇവിടുത്തെ പുത്തൻകുരിശ് ബസ് സ്റ്റോപ്പ് ഇതാണ്, ഈ കാണുന്നതാണ്. ആ മരത്തിൻ്റെ ചോടാണ് ബസ് സ്റ്റോപ്പ്. ഈ റോഡ് ഇങ്ങനെ പോയി നമ്മൾ ചൂണ്ടിയിലെത്തി വീണ്ടും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് മീൻപാറയ്ക്ക് പോകാം. ചൂണ്ടി എത്തുന്നതിന് മുമ്പ് അതിന് മുമ്പുള്ള സ്ഥലങ്ങൾ കാവുംതാഴമുണ്ട്. കാവുംതാഴ് എന്ന് പറഞ്ഞാൽ പുത്തൻകാവ് ക്ഷേത്രം. ചാരംപറമ്പ് കാവുന്നങ്ങാനാണെന്ന് തോന്നുന്നു ആദ്യത്തെ പേര്. പുത്തൻകാവ് ക്ഷേത്രത്തിൻ്റെ കാവാണ്, അതുകൊണ്ടാണ് കാവുംതാഴ് എന്ന പേര് വന്നേക്കണത്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന രജിസ്റ്റർ ഓഫീസാണ് ഇവിടുത്തെ. അതിന് കുറച്ച് മുന്നേ പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു. നമ്മളത് കാവുംതാഴ് എത്തിക്കൊണ്ടിരിക്കുന്നു. കാവുംതാഴ് എത്തി നമ്മൾ അവിടെ നിന്ന് കാണാം, കാവുംതാഴാണത്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ പുത്തൻകാവ് ഭഗവതി ക്ഷേത്രമാണ്. അപ്പം നമ്മുടെ നേരെ കാണുന്നത് മഹാത്മാഗാന്ധി മെമ്മോറിയൽ സ്കൂളാണ്.
ഇത് പുത്തൻകുരിശ് KSEBയുടെ ഓഫീസാണ്. അതിൻ്റെ അപ്പുറത്ത് ആണ് നമ്മുടെ പുത്തൻകാവ് ഭഗവതി ക്ഷേത്രം. ഈ ഭാഗത്തുള്ള ഉത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം, പ്രധാന ഉത്സവം നടക്കുന്നത് ഇവിടെയാണ്. അവിടെ ഒരു കീഴ്ക്കാവുണ്ട്, അവിടെ അത് ശിവൻ്റെ പ്രതിഷ്ഠയാണ് അവിടെ. ഉത്സവത്തിന് സമയത്ത് ഇവിടെയൊക്കെ ജനപ്രളയമായിരിക്കും. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ ചൂണ്ടിയിലേക്കുള്ള വഴിയിൽ പോകാം. അതായത് വീണ്ടും നമ്മുടെ 20 പോയിൻറ്റ് ഹൈവേയിലേക്ക് കയറി നമ്മളങ്ങനെ വട്ടക്കുഴി പാലത്തെത്തി. വട്ടക്കുഴി പാലം എന്ന് പറഞ്ഞ ഒരു ബ്രിഡ്ജാണ്. അതിനടിയിൽ കൂടെ നമ്മുടെ പുത്തൻകുരിശിൽ കൂടെ പോകുന്ന വലിയ തോട് ഒഴുകുന്നുണ്ട്. പണ്ട് മീനൊക്കെ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലൊരു ബിയർ ആൻഡ് വൈൻ പാർലർ, കെയറോ, ഒരു ബാറാണത്. ഇവിടെ ഉള്ളവരൊക്കെ സന്തോഷം കിട്ടാൻ വേണ്ടി പോകുന്ന സ്ഥലമാണ്. എങ്ങനെയുണ്ട് എൻ്റെ നാട്? ഫുൾ പച്ചപ്പല്ലേ? പച്ചപ്പ് മാത്രമല്ല, അന്ന് പണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഒരു ഇറ്റ് പോലും വെള്ളം പൊങ്ങാത്തൊരു സ്ഥലമായിരുന്നു ഇവിടെ. അതായത് വളരെ സേഫായിട്ടുള്ള സ്ഥലം. അതുപോലെ തന്നെ നമുക്ക് കുടിവെള്ളത്തിന് ക്ഷാമമില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല വീട് വെക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് സ്ഥലം വെച്ചോ. എല്ലാ സൗകര്യമുണ്ട്. എന്തുകൊണ്ടും സമാധാനപരമായി ജീവിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് എൻ്റെ നാട് പുത്തൻകുരിശ്, ചൂണ്ടി, മീൻപാറയൊക്കെ. ഇപ്പോൾ ഈ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ്, റോഡ് സൈഡിൽ കാന പോലെ എന്തോ ഉണ്ടാക്കി അതുവഴി പൈപ്പൊക്കെ വിടാനാണ്. പിന്നീട് റോഡ് കുത്തി പൊളിക്കാണ്ടിരിക്കാനുള്ള എന്തോ ഒരു പ്ലാനാണത്. അതുകൊണ്ട് അങ്ങ് അറ്റം വരെ ഉണ്ട്. അതായത് കൊച്ചി ഹൈവേയിൽ കൊച്ചി 20 പോയിൻറ്റ് ഹൈവേ ഫുള്ള് ഈ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുവഴി പോകുമ്പോൾ രാത്രിയൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ച് വേണം. വലിയ കുഴിയൊക്കെയാണ് ലെഫ്റ്റ് സൈഡിൽ. നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷൻ ജംഗ്ഷൻ എത്തി. ഞങ്ങളുടെ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷൻ പണ്ട് CI ഓഫീസായിരുന്നു. ഇപ്പോൾ അത് DYSPയുടെ ഓഫീസും കൂടിയാണ്. അതാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ. ഈ ഫ്രണ്ടിൽ കാണുന്നത് DYSPയുടെ ഓഫീസാണ്. നമ്മൾ ആദ്യം വഴി തിരിഞ്ഞു പോയത് ഇവിടെ നിന്നായിരുന്നു. നമ്മൾ വീണ്ടും ചൂണ്ടി ജംഗ്ഷനിലേക്ക് എത്തി. നമ്മൾ ചൂണ്ടി ജംഗ്ഷനിൽ നിന്നും റൈറ്റിലേക്ക് തിരിഞ്ഞ് നമ്മൾ നമ്മുടെ മീൻപാറയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ബൈക്ക് കുതിച്ചു പായുന്നു. ഇത് നിങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട വഴിയൊക്കെ തന്നെയാണ്. അങ്ങോട്ട് പോയപ്പോൾ ആ സൈഡിൽ കൂടെ ആയിരുന്നു എന്ന് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ വരുന്നത് ഈ സൈഡിൽ കൂടെ. ഈ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ ആദ്യം പറഞ്ഞ വാട്ടർ സപ്ലൈ, കേരള വാട്ടർ അതോറിറ്റിയുടെ ടാങ്കൊക്കെ ഉള്ളത്. കുറച്ചും കൂടി മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു വീടുണ്ട്. റൈറ്റ് സൈഡിൽ കാണുന്നൊരു വീട്. ഒത്തിരി സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ളൊരു വീടാണത്. ഇപ്പം അത് കുറച്ച് നാളായിട്ട് ഇല്ല, അവിടെ ഷൂട്ടിംഗ് നടക്കുന്നില്ല. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇവിടെ ഒരു ഇത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് അത് തന്നെ. അവിടെയാണ് ഒത്തിരി സിനിമകളുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. മമ്മൂട്ടിയൊക്കെ വരെ വന്നിട്ടുണ്ട് ഇവിടെ ഷൂട്ടിങ്ങിന്. വീണ്ടും ടാർ ചെയ്യാത്ത ചില ഭാഗങ്ങൾ നമ്മുടെ റോഡിലത്തെ. നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് പരിയാരം മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മഹാവിഷ്ണു ക്ഷേത്രം. ഇപ്പം കൂടി ഒന്ന് ഫുൾ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ല റോഡായേനെ.
പിന്നെ വലിയ താമസമൊന്നുമില്ലാതെ നമുക്ക് ചൂണ്ടി മീൻപാറയൊക്കെ യാത്ര ചെയ്യാം. ജെയറെക്സ് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രീസ്, എന്താണെന്ന് സംഭവം എന്നറിയില്ല. പുറത്ത് ബോർഡൊക്കെ കാണുന്നുണ്ട്. എന്തെങ്കിലും എന്താ പറയുക, മാനുഫാക്ചറിങ് യൂണിറ്റ് ആണോ അതോ വല്ല വെയർഹൗസ് ആണോ അറിയില്ല. നമ്മളങ്ങനെ വീണ്ടും മീൻപാറയിലോട് അടുത്തെത്തി. മീൻപാറ എത്തുന്നതിന് മുമ്പുള്ള ചെറിയൊരു റോഡ് ടാർ ചെയ്യാത്ത ഭാഗം കൂടി ഉണ്ട്. കുടുങ്ങി കുടുങ്ങി ചാടി ചാടി നമുക്കത് വഴി പോകാം. കള്ളുഷാപ്പ്, ഞങ്ങളുടെ മീൻപാറയിലെ കള്ളുഷാപ്പാണ്. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ആൾക്കാർ സന്തോഷം കണ്ടെത്താൻ വേണ്ടി പോകുന്ന മറ്റൊരു സ്ഥലം. ലെഫ്റ്റ് സൈഡിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ശലഭം ബേക്കറി, ഞാൻ പാലും മറ്റുമൊക്കെ മേടിക്കാൻ പലചരക്കൊക്കെ മേടിക്കുന്ന സ്ഥലം മീൻപാറ കുരിശത്. അതിൻ്റെ ഫ്രണ്ടിലാണ് ഓട്ടോ സ്റ്റാൻഡ്. എൻ്റെ മുന്നിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ മന്ദം പോകുന്നു. എന്തോ ടൈലൊക്കെ ആയിട്ട് പോകുന്നതാണോ? ഇവിടെ എന്താ സ്പീഡ് കുറച്ച് പോകുന്നത്? ഒതുങ്ങി തന്നിരുന്നെങ്കിൽ നമുക്ക് കടന്നു പോകായിരുന്നു. കടന്നു പോയിട്ട് അധികം കാര്യമൊന്നുമില്ല. തൊട്ട് ഫ്രണ്ടിലാണ് നമ്മുടെ വീട്. മിററിൽ കൂടെ കണ്ടു പുള്ളി ഫോൺ ചെയ്തുകൊണ്ടാണ്, അല്ല ഫോണിൽ നോക്കിക്കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് വലിയ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒരു ചെറിയ അശ്രദ്ധ മതി. അതുകൊണ്ട് പരമാവധി നമ്മൾ നോക്കിയും കണ്ടും വണ്ടി ഓടിക്കുക. നമ്മൾ നമ്മുടെ വീടെത്തി. ഇവിടെ ഒരു ചെറിയ തോട് നിങ്ങൾ കാണുന്നുണ്ടോ? വെള്ളം കാണുന്നുണ്ടോ? ഈ തോടിൽ നിന്ന് ഒഴുകി നമ്മുടെ ആ വലിയ തോട്ടിൽ, നമ്മൾ ആദ്യം കണ്ടല്ലേ പുത്തങ്കുശൽ, അവിടെ ചെന്ന് കയറും. അങ്ങനെ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും.